വെൽക്കം ബാക്ക് ടു ഓൾ PSC എക്സാം ടിപ്സ്. കേരള PSC പരീക്ഷയിലെ സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 6ഓളം ക്ലാസ്സുകൾ നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ബേസിക് മുതൽ PSC പരീക്ഷകളൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പത്തെ ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ ചെന്നാൽ സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകൾ കാണാം. ഒപ്പം നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലൊക്കെ ആയിട്ട് ടെലഗ്രാം ചാനലിലെ ലിങ്ക് നൽകിയിട്ടുണ്ടാവും. അതിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്സിൻ്റെ ക്ലാസ്സുകളൊക്കെ കാണാനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് സംഖ്യകൾ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രീവിയസ് ആയിട്ടൊക്കെ ചോദിച്ചിരിക്കുന്ന കുറേ ചോദ്യങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, അവരോഹണ ക്രമത്തിൽ തരംതിരിച്ചാൽ രണ്ടാമതേത് എന്നാണ് നമ്മുടെ ചോദ്യം. അതായത് താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ തരംതിരിച്ചാൽ രണ്ടാമതേത് എന്നാണ് നമ്മുടെ ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പക്ഷേ പലപ്പോഴും നമുക്ക് മലയാളത്തിൽ വരുന്ന സമയത്ത് പലപ്പോഴും നമുക്കിത് കൺഫ്യൂഷനായിട്ട് വരാറുണ്ട്. അതായത് അവരോഹണ ക്രമം, ആരോഹണ ക്രമം, ഇത് തമ്മിലൊരു കൺഫ്യൂഷൻ നമുക്ക് വരാറുണ്ട്. അത് നമുക്ക് ആദ്യം മാറ്റിയെടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് അതെന്താണോ ആദ്യം ഒന്ന് പരിശോധിക്കാം. അതിനുശേഷം ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് എന്താണ് ആരോഹണ ക്രമം എന്നാണ് പഠിക്കുന്നത്. എന്താണ് ആരോഹണ ക്രമം എന്ന് പഠിക്കും. തുടർന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ് അവരോഹണ ക്രമം എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ആരോഹണ ക്രമത്തെ നമ്മൾ ഇംഗ്ലീഷിൽ അസെൻഡിങ് ഓർഡർ എന്നാണ് പറയുക. ആരോഹണ ക്രമത്തെ നമ്മൾ ഇംഗ്ലീഷിൽ അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നു. അവരോഹണ ക്രമത്തെ നമ്മൾ ഇംഗ്ലീഷിൽ ഡിസെൻഡിങ് ഓർഡർ എന്നാണ് പറയുക. ഡിസെൻഡിങ് ഓർഡർ എന്നാണ് പറയുന്നത്. ഇതിൽ ഈ ആരോഹണ ക്രമം, അവരോഹണ ക്രമം എന്താണ് നമുക്കൊന്ന് പരിശോധിക്കാം. അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ആരോഹണ ക്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതുക. ഉദാഹരണമായിട്ട് 1 2 3 4 5 6 എന്നൊക്കെ നമ്മൾ എഴുതുമല്ലോ. അതായത് ചെറുതാണ് ആദ്യം എഴുതുന്നത്, അതിനുശേഷം അതിനേക്കാൾ വലുത് വരുന്ന എഴുതും, അതിനേക്കാൾ വലുത് വരുന്ന എഴുതും. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവിടെ എഴുതി പോയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എഴുതുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആരോഹണ ക്രമത്തിൽ എഴുതുക എന്ന് പറയുന്നത്. അതേ സമയത്ത് അവരോഹണ ക്രമത്തിൽ എഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ്, വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതുക. അതായത് 6 5 4 3 2 1 ഈ ഒരു രീതിയിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് ഇതിനെന്തെന്ന് പറയാം, അവരോഹണ ക്രമത്തിൽ എഴുതി എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതിനാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ മലയാളത്തിൽ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു കൺഫ്യൂഷൻ മാറ്റിയെടുക്കാൻ നോക്കാം. ഈ അവരോഹണ ക്രമത്തിൽ ഈ വാ എടുക്കുക. ആ വാ എന്ന് പറയുന്നത് വലുതിൻ്റെ വായുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അവരോഹണ ക്രമത്തിലെ വായ എടുക്കുന്നു, ആ വാ എന്ന് പറയുന്നത് വലുതിൻ്റെ വായായിട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വലുതിൽ നിന്ന് ചെറുതിലേക്ക് ആണ് എന്ന് നമുക്ക് അവിടെ കണക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ആരോഹണ ക്രമമാണ്. ആരോഹണ ക്രമം എന്തായിരിക്കും, ചെറുതിൽ നിന്ന് വലുതിലോട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് ഓർത്ത് വെക്കുന്നത്. ആർക്കെങ്കിലും ഒരു കൺഫ്യൂഷനായിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഓർത്ത് വെക്കുന്നത്. അപ്പോൾ ഈ കാര്യം അറിയാമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇനി തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. താഴെ തന്നിരിക്കുന്ന സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ തരംതിരിച്ചാൽ രണ്ടാമതേത് എന്നാണ് നമ്മുടെ ചോദ്യം. അവരോഹണ ക്രമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് ആ വാ പിടിച്ചിട്ട് നമുക്ക് ഓർത്തിരിക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് 145 അതിനുശേഷം വരുന്നത് 135. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് രണ്ടാമത് വരുന്നത് കണ്ടുപിടിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ 135 നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഓപ്ഷൻ 4 ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗത്ത് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് 7532 എന്ന് പറയുന്ന ചോദ്യം. പണ്ടൊക്കെ പരീക്ഷകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പണ്ടത്തെ ഒരു പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ് ഞാനിവിടെ നിങ്ങൾ മുന്നിൽ പരിചയപ്പെടുന്നത്. പലപ്പോഴും പണ്ടത്തെ മാത്സ് ചോദ്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴത്തെ പരീക്ഷയിൽ കടന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ 7532 എന്നതിൽ എത്ര നൂറുകളുണ്ട് എന്നാണ് നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. 7532 എത്ര നൂറുകളുണ്ടെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് ഇതിനെ 100 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. നമുക്കപ്പോൾ 75.32 എന്നാണ് കിട്ടുക. ഇതിൽ ഈ പോയിന്റിന്റെ പിറകിലുള്ള ഈ 75 അതാണ് എന്ത്, നൂറുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 100 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ 7532 ഡിവൈഡ് ബൈ 100 ചെയ്തപ്പോൾ 75.32 എന്ന് കിട്ടി. അപ്പോൾ നമ്മളിവിടെ എന്താണ് പറയുന്നത്, 75 നൂറുകളാണ് ഇതിലുള്ളത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കിവിടെ 7532 നമുക്ക് 7000 പ്ലസ് 500 പ്ലസ് 32 എന്ന് ചെയ്താലോ, ഇത് എന്താണ്, ഇതെല്ലാം കൂട്ടിയാൽ നമുക്ക് 7532 എന്നാണ് കിട്ടുക. 7000 എത്ര നൂറുണ്ടെന്ന് വെച്ചാലോ 70 × 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 7000 കിട്ടും. അപ്പോൾ ഇവിടെ എത്ര നൂറുണ്ട്, 70 നൂറുണ്ട്. 500 എത്ര നൂറുണ്ടെന്ന് വെച്ചാലോ 5 × 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 500 കിട്ടും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 5 നൂറാണുള്ളത്. 32 എന്തില്ല, 100 ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ 70 പ്ലസ് 5 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 75 എന്ന് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലെ ആ നൂറുകളുടെ എണ്ണം കണ്ടുപിടിക്കാം. അതിനേക്കാൾ സിമ്പിളായിട്ടുള്ള മെത്തേഡ് 100 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഡെസിമൽ പോയിന്റ് പിറകിലുള്ളത് അതാണ് എന്തെന്ന് പറയുന്നത്, 100ന്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ 75 എന്ന് കിട്ടും. ഇനി നമ്മുടെ പരീക്ഷയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാം 7532 എത്ര 1000 ഉണ്ടെന്ന് ചോദിച്ചാൽ 7532 ഡിവൈഡ് ബൈ 1000 ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ 7.532 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുക, ഈ പോയിന്റിന് പിറകിലുള്ള 7 കൊണ്ട് എടുക്കുക, 7000 ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്, ഓപ്ഷൻ 2 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക.
ഇനി അടുത്ത ചോദ്യം 700 പ്ലസ് 12,000 പ്ലസ് 1325 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുമെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ 700 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 ഇൻറ്റു 100, നമുക്ക് അവിടെ എന്ത് കിട്ടും? 700 എന്ന് കിട്ടും. 12,000 എന്ന് പറഞ്ഞാൽ എന്താണ്? 12 ഇൻറ്റു 1000 ആണ്, നമുക്ക് അവിടെ 12,000 എന്നാണ് കിട്ടുക. ഇനി 1325 ഇതെല്ലാം കൂടെ കൂട്ടുക. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 520, പിന്നെ ഇവിടെ 14025 എന്നാണ് വരിക. ഓപ്ഷൻ 3 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. 14025 എന്നതാണ് ഇവിടെ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 43062 തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം എഴുതിയിരിക്കുന്നത് നോക്കുമ്പോൾ 43062 43062 അതിനെ തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം എങ്ങനെയാണ് എഴുതുക? അതിലേതാണ് ശരി? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 43062 തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം കൃത്യമായി എഴുതിയിരിക്കുന്നത് ഏതാണ്? അതാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം നമ്മുടെ ആ ഒരു ഡെസിമൽ സംഖ്യ എന്ന് പറയുന്നത് എന്താണ്? 10 ആണ് അതിൻ്റെ ബേസ് എന്ന് നമുക്കറിയാം. അതായത് 0 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ കൊണ്ടാണ് നമ്മുടെ ആ ഒരു ഡെസിമൽ നമ്പർ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ബേസ് എത്രയാണ്? 10 ആണ്. ഇപ്പോൾ നമ്മൾ ബൈനറി എടുക്കുകയാണെങ്കിൽ 0 1 കൊണ്ടാണ് അത് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ബേസ് എന്ന് പറയുന്നത് 2 ആണ് നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഡെസിമൽ നമ്പറിലേക്ക് വരുമ്പോൾ ഒരു എക്സാമ്പിളിലൂടെ ഞാനത് നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. നമ്മുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് 232.456 എന്ന് പറയുന്നതാണ് നമ്മുടെ നമ്പർ. അപ്പോൾ നമ്മുടെ നമ്പർ എന്താണ്? 232.456 എന്നതാണ് നമ്മുടെ നമ്പർ. ഇവിടെ ഈ 2 എന്ന് പറയുന്നത് ഏത് പൊസിഷനിലാണെന്ന് ചോദിച്ചാൽ 10⁻⁴ പൊസിഷനിലാണ്. 2 എന്ന് പറയുന്നത് ഏത് പൊസിഷനിലാണ്? 10⁻⁴ പൊസിഷനിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ 3 എന്ന് പറയുന്നത് 3⁻⁴ അതായത് 10⁻⁴ പൊസിഷനിലാണ്. ഇനി 2 എന്ന് പറയുന്നത് 10⁻⁴ പൊസിഷനിലാണ്. അല്ലെങ്കിൽ നമ്മൾ പറയും 10⁻⁴ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. A⁻⁴ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഏതൊരു നമ്പറിനെയും ⁻⁴ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുക 1 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ എന്താണ്? 10⁻⁴ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമ്മൾ പറയും ഒറ്റാമത്തെ പൊസിഷനിലാണെന്ന് പറയും. അതുപോലെ 10⁻1 എന്ന് പറഞ്ഞാൽ 10 ആണ്, നമ്മൾ പറയും 10ാമത്തെ പൊസിഷനിലാണെന്ന് പറയും. 10⁻2 എന്ന് പറയുമ്പോൾ 100 ആണ്, നമ്മൾ പറയും 100ാമത്തെ പൊസിഷനിലാണെന്ന് പറയും. ഇനി ഇപ്പുറത്തേക്കുണ്ടെങ്കിലോ 10⁻3 10⁻4 അങ്ങനെ അത് മുന്നോട്ട് പോകും. ഇനി ഈ പോയിന്റിന് ശേഷം വരുമ്പോൾ ഇത് ഏത് പൊസിഷനിലാണ്? 10⁻⁻1 പൊസിഷനിലാണ്. ഇത് എന്ന് പറയുമ്പോൾ 10⁻⁻2 പൊസിഷനാണ്. ഇത് 10⁻⁻3 പൊസിഷനാണ്. ഇനി അങ്ങോട്ടുണ്ടെങ്കിലോ 10⁻⁻4 അങ്ങനെ പോകും. ഇനി നോക്കുക, 232 എന്ന് പറയുന്ന ഈ ഒരു ഇതിനെ നമുക്ക് പറയുമ്പോൾ 2 × 10⁻⁴ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × 10⁻⁴ എന്ന് പറഞ്ഞാൽ 2 × 1 അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. പ്ലസ് 3 × 10⁻⁴ 3 × 10⁻⁴ അതായത് ആ ഒരു പൊസിഷനിലുള്ള ആ ഒരു വാല്യൂ. 3 × 10⁻⁴ എന്ന് പറഞ്ഞാൽ എത്രയാ? 3 × 10 എന്നല്ലേ വരിക? 3 × 10 എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ 13 എന്ന് കിട്ടും. ഇനി 2 × 10⁻⁴ എന്ന് പറയുമ്പോൾ എന്താ? 2 × 100 അല്ലേ? അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? 200 എന്ന് കിട്ടും. പ്ലസ് ഇനി ഇവിടെ നോക്ക് 4ന്റെ കേസിലേക്ക് വരുമ്പോൾ 4 × 10⁻⁻1 ആണ്. അപ്പോൾ 4/100 എന്നല്ല വരിക, സോറി 4/10 എന്നല്ല വരിക. 4/10 എന്ന് പറഞ്ഞാൽ എന്താ? 0.4 എന്നാണ് വരിക. 0.4 എന്നാണ് വരിക. അതുപോലെ 5 × 10⁻⁻2 എന്ന് പറഞ്ഞാൽ 5/100 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? പ്ലസ് 0.05 എന്നാണ് വരിക. ഇനി പ്ലസ് എന്താണ്? 6 × 10⁻⁻3 ആണ്. അപ്പോൾ എന്താ? 0.006 എന്ന് വരും. 0.006 എന്ന് വരും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 232.456 കിട്ടും. നോക്കി നോക്ക്, 200 പ്ലസ് 30 230, 230 പ്ലസ് 2 ചെയ്താൽ 232, പിന്നെ 0.4 0.05 0.0606 ആണ്. അപ്പോൾ 232.456 എന്ന് പറയുന്ന ആ ഒരു നമ്പർ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു തന്നിരിക്കുന്ന ഈ ഒരു വാല്യൂ ഇൻറ്റു ആ ഒരു പൊസിഷൻ്റെ വാല്യൂ അത് തമ്മിൽ എന്താണ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു നമ്പർ കിട്ടുന്നത്. ഇപ്പോൾ 356 നമ്മൾ പറയണമെങ്കിൽ 6 × 10⁻⁴ പ്ലസ് 5 × 10⁻⁴ പ്ലസ് 3 × 10⁻2 ചെയ്ത് അതെല്ലാം കൂട്ടുമ്പോഴാണ് നമ്മൾ 356 എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രീതി നമ്മൾ അറിയാമെങ്കിൽ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞ രീതിയിൽ 43,062 എങ്ങനെ എഴുതാം? 2 × 10⁻⁴ പ്ലസ് പുറകിലായിട്ട് 6 × 10⁻1 എന്ന് വരും. പ്ലസ് എന്താണ്? 0 × 10⁻, നമുക്കിവിടെ കിട്ടുന്നത് 2 എന്ന് കിട്ടും. പ്ലസ് എന്താണ്? 3 × 10⁻3 എന്ന് വരും. പ്ലസ് 4 × 10⁻4 എന്ന് വരും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ നോക്കുക,
4 × 10⁴ ദാ ഇവിടെ കിടക്കുന്നുണ്ട്. 3 × 10⁻³ ഇവിടെ കിടക്കുന്നുണ്ട്. 0 × 10⁻² എന്ന് പറഞ്ഞാൽ എന്താണ്? 0 അല്ലേ? 0 × 5 ചെയ്താൽ 0 ആണ്. 0 × 256 ചെയ്താൽ 0 ആണ്. 0 × 10⁻² ചെയ്താൽ 0 എന്ന് കിട്ടും. ആ 0 ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ 6 × 10⁻1 ദാ അത് ഇവിടെ കിടക്കുന്നുണ്ട്. 2 × 10⁻0 ആണ്. അപ്പോൾ അതാ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഉത്തരം ഏതാണ്? 2 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് ഇത് പഠിച്ചു വെക്കണം. ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് ആ ഒരു വാല്യൂ, ഒരു ഒന്നിൻ്റെയും പ്ലേസ് വാല്യൂ എന്താണ്, അതുപോലെ തന്നെ ഫേസ് വാല്യൂ എന്താണെന്നൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കും. അപ്പോൾ അവിടെ എല്ലാം ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ ഉത്തരം എന്താണ്? ഓപ്ഷൻ 2 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. ഇനി അടുത്തത്, ഒരു സ്കൂളിൽ 8, 9, 10 ക്ലാസ്സുകൾ ആകെ 876 കുട്ടികളുണ്ട്. 10ാം ക്ലാസ്സിലാകെ 292 കുട്ടികളാണ് ഉള്ളതെങ്കിൽ 8, 9 ക്ലാസ്സിലായി ആകെ എത്ര കുട്ടികളുണ്ടെന്നാണ് നമ്മുടെ ചോദ്യം. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ 876 കുട്ടികളാണ് ടോട്ടൽ ഉള്ളത്. അത് ഏത് ടോട്ടലായിട്ട് വരുന്നത്? 8, 9, 10 കൂട്ടുമ്പോൾ 876 കുട്ടികളുണ്ട്. അതിൽ എന്താണ്? 10ാം ക്ലാസ്സിൽ മാത്രമായിട്ട് 292 കുട്ടികളുണ്ടെന്നാണ് പറയുന്നത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 8, 9 ക്ലാസ്സുകളിൽ ബാക്കി എത്രയുണ്ടെന്നാണ് പറയേണ്ടത്. അപ്പോൾ 10ാം ക്ലാസ്സിൽ മാത്രം ഒരു കണക്ക് തന്നു. 8, 9 ടോട്ടൽ എത്ര ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ടോട്ടലിൽ നിന്ന് ഈ 10ന്റെ അങ്ങോട്ട് കുറച്ചാൽ മതി. അപ്പോൾ ഇത് രണ്ടും കൂടെ കുറയ്ക്കാൻ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് 8 കിട്ടും. ഇവിടെ നമുക്ക് 7 ന്ന് 2 പോയാൽ 5 കിട്ടും. 584 ഓപ്ഷൻ 1 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. 584 ഓപ്ഷൻ 1 ആണ് നമ്മുടെ ഉത്തരമായിട്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനി അടുത്തത് -125, പിന്നെ 965, -367, പിന്നെ ഒരു സംഖ്യയും കൂടെയുണ്ട്. അങ്ങനെ ഈ 4 സംഖ്യകളുടെ തുക 0 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 4ാമത്തെ സംഖ്യ ഏതെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഇവിടെ -125 എന്ന് പറയുന്ന ഒരു നമ്പർ ഇവിടെ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന നമ്പറുകൾ ഏതെല്ലാമാണ്? 965. അപ്പോൾ -125 പ്ലസ് 965 പ്ലസ് എന്താണ്? -367 പ്ലസ് എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമുക്ക് 0 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ആ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് -125 -367 ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടാം. -125 -367 നമുക്ക് കൂട്ടാം. അപ്പോൾ ഇങ്ങനെ കൂട്ടുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് കാര്യം പറയാം. അതായത് നമ്മൾ 2 നമ്പറുകൾ തമ്മിൽ കൂട്ടുകയാണെങ്കിൽ 2 നമ്പറുകളുടെയും സൈൻ സെയിം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ -5 പ്ലസ് -4 ചെയ്യാമെന്ന് വിചാരിക്കാം. നോക്കുക, സൈൻ എന്താണ്? 2ൻ്റെയും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരിട്ട് എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. 9 എന്ന് വരും. എന്നിട്ട് എന്ത് ചെയ്യുക? മൈനസ് സൈൻ ഇട്ട് കൊടുക്കുക. വലുതിൻ്റെ സൈൻ ഏതാണോ അത് നമ്മൾ ചൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്തത് -5 പ്ലസ് 4 ചെയ്യാമെന്ന് വിചാരിക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും, ഒരെണ്ണത്തിൻ്റെ കൂടെ മൈനസ് ഉണ്ട്, ഒരെണ്ണത്തിൻ്റെ കൂടെ എന്തില്ല? മൈനസ് സൈൻ ഇല്ല, പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള 2 നമ്പറുകളാണ് കൂട്ടുന്നത്. അതായത് വ്യത്യസ്ത സൈനുള്ള നമ്പറുകളാണ് നമ്മൾ കൂട്ടുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് 5ൽ നിന്ന് 4 കുറയ്ക്കുക. 5ൽ നിന്ന് 4 കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. 1 എന്ന് കിട്ടും. ഇനി സൈൻ എങ്ങനെ ചൂസ് ചെയ്യുന്നത് വെച്ചാൽ വലുതിൻ്റെ സൈൻ എന്താണെന്ന് നോക്കാം. വലുതിൻ്റെ സൈൻ ഇപ്പോൾ നെഗറ്റീവ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ -1 എന്നാണ് നിങ്ങൾക്ക് ഫൈനലായിട്ടുള്ള ഉത്തരം കിട്ടുക. ഇനി നേരെ തിരിച്ചു വരിക എന്ന് വിചാരിക്കുക. 5 പ്ലസ് -4 എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? 5ഉം 4ഉം കൂടെ കുറയ്ക്കുക. അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. പക്ഷേ സൈൻ വരുമ്പോൾ വലുതിൻ്റെ സൈനാണ് ചൂസ് ചെയ്യേണ്ടത്. നമുക്ക് അവിടെ എന്തെന്ന് കിട്ടും? +1 എന്നായിരിക്കും കിട്ടുക. എന്താണ്? +1 എന്നാണ് നമുക്ക് അവിടെ കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ ഒരു എന്താണ് ഈ പറയുന്ന സംഭവം നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ, ഈ വലുതായിട്ടുള്ള ഇക്വേഷൻ നമ്മൾ എക്സിൻ്റെ ടേമിലേക്ക് ഒന്ന് മാറ്റാം. അതായത് 367 -367 അപ്പുറ സൈഡിലേക്ക് ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ എന്തായി മാറും? +367 ആവും. ഇവിടെ നോക്കുക, +965 ആണ്. അത് അപ്പുറത്തേക്ക് പോയാലോ -965 എന്നായിട്ട് മാറും. പിന്നെ ഇവിടെ നോക്കുക, പ്ലസ് എന്താണ്? 125 ആണ്. ഈ എക്സിൻ്റെ വാല്യൂ ആണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കുക, 367ഉം അതുപോലെ തന്നെ ഈ 125 ആദ്യം കൂട്ടാം. 367ഉം 125 നമുക്ക് ആദ്യം കൂട്ടാം. അപ്പോൾ നമുക്ക് 7×5 നമുക്ക് അവിടെ 12 കിട്ടും. അതേപോലെ തന്നെ 6×2 = 9 കിട്ടും. അതിനുശേഷം 3ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ 492 - 965 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇത് കുറയ്ക്കണം. അപ്പോൾ 965ഉം 492ഉം കുറയ്ക്കുക. അപ്പോൾ ചെറുതിൽ നിന്ന് വലുതാണ് കുറയ്ക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്താണ്? നെഗറ്റീവ് സൈൻ ആയിരിക്കും ലഭിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, 492ഉം ഈ 965ഉം കുറച്ചാൽ നമുക്കവിടെ 3 കിട്ടും. അതുപോലെ തന്നെ 16ൽ നിന്ന് 9 കുറച്ചാൽ 7 കിട്ടും. പിന്നെ 8ൽ നിന്ന് 4 കുറച്ചാൽ 473 ഒരു മൈനസ് സൈനും ഉണ്ടായിരിക്കും.
അപ്പോൾ നമുക്കിവിടെ -473 എന്നാണ് കിട്ടുക. ഓപ്ഷൻ 1 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഓപ്ഷൻ 1. അപ്പോൾ ഞാനിവിടെ കൂട്ടി കുറച്ചു എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പലർക്കും പല രീതിയിൽ ചെയ്യാവുന്നതാണ് അല്ലെ. കാൽക്കുലേഷൻസ് എന്ന് പറയുന്നത് പലർക്കും അവരുടേതായിട്ടുള്ള എളുപ്പമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എളുപ്പത്തിൽ ഞാനിവിടെ ചെയ്തു. അപ്പോൾ അത് നിങ്ങൾ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഉത്തരത്തിലേക്ക് എത്തണം. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ പ്ലസ് സൈനും മൈനസ് സൈനും നമ്മൾ കൂട്ടുകയാണെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ സൈൻ നമ്മൾ ചൂസ് ചെയ്യുക, അതുപോലെ തന്നെ ചെറുതും വലുതും നമ്മൾ കുറയ്ക്കുകയാണെങ്കിൽ അപ്പോഴെന്താണ് നമ്മൾ ചൂസ് ചെയ്യുക, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കുകയും ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മളതായിട്ടുള്ള എളുപ്പമുള്ള രീതിയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി ശീലിക്കുകയും ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ചെയ്ത് എൻ്റെ ഒരു രീതിയിൽ ഈ ഒരു ചോദ്യം കണ്ടപ്പോൾ ഞാൻ ചെയ്തു പോയി. അതേസമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഇതിനേക്കാളും സ്പീഡായിട്ടുള്ള രീതിയിൽ ചെയ്തു പോകുന്നുണ്ടാകും. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി സ്പീഡില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യണം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 12 × 175 എത്ര ആയിരങ്ങളുണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ചോദ്യമാണ്, പക്ഷേ ഇവിടെ 12 × 175 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്ന് നോക്കണം. അപ്പോൾ ഇതിനെ നമുക്ക് 175 × 12 നമുക്ക് ചെയ്യണം. അത് നമുക്ക് വേണമെങ്കിൽ 175 × കാൽക്കുലേഷൻ ഒന്ന് സ്പീഡ് കൂട്ടാൻ വേണ്ടി 10 × 10 + 2 എന്ന് ചെയ്യാം. 10 + 2 എന്ന് പറഞ്ഞാൽ എന്താണ്, 12 ആണല്ലോ. അത് 1750 പ്ലസ് എന്താണ് 175 × 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 വരും. ഇവിടെ നമുക്ക് 5 വരും, ഇവിടെ നമുക്ക് 3 വരും. 350 എന്നാണ് നമുക്കിവിടെ വരുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 7 3 10 പിന്നെ ഇവിടെ വരുന്നത് ഇവിടെ 1 വരും. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? 2100 എന്ന് കിട്ടും അല്ലേ. 2100 എന്ന് കിട്ടും. ഇതിൽ എത്ര ആയിരങ്ങളുണ്ടെന്ന് വെച്ചാലോ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു 2100/1000 ചെയ്താൽ മതി 2.1 എന്ന് കിട്ടും. അതായത് ഈ ഒരു ഭാഗം കൊണ്ട് എടുത്താൽ മതി. 2 ആയിരങ്ങളാണ് ഉള്ളത്. ഓപ്ഷൻ 3 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഗുണിക്കുക എന്ന് പറയുന്നത് നമ്മൾക്ക് എളുപ്പമുള്ള രീതി ഏതാണോ ആ രീതി ഫോളോ ചെയ്യുന്നു. ഞാനിവിടെ ഇങ്ങനെ എഴുതിയാൽ കുറച്ച് എളുപ്പമാണെന്ന് തോന്നി, അതുകൊണ്ട് അങ്ങനെ ചെയ്തു പോയതാണ്. അതായത് 175-നെ 10 + 2 നമ്മൾ മനസ്സിൽ ചിന്തിക്കുക. അപ്പോൾ 175 × 10 നമുക്കറിയാം 1750 ആണ്. 175 × 2 350 ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ ജസ്റ്റ് കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? 2100 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുന്നു. പിന്നെ എത്ര ആയിരം ഉണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് 1000 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1000 വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുക എത്രയാണെന്ന് കിട്ടും? 2.100. അപ്പോൾ 2.1 എന്നാണ് പറയുക. അപ്പോൾ ആ 2നെയും കൊണ്ട് പിടിക്കുക. അപ്പോൾ നമുക്ക് എത്ര ആയിരം ഉണ്ടെന്ന് മനസ്സിലായി? 2000 ഉള്ളതെന്ന് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഈ അടുത്ത ചോദ്യം 7/5 × 3/5 10/5. അപ്പോൾ ഇവിടെ എന്താണ് 7/5 × 3/5 × 11/5. ഈ ഗുണനഫലത്തിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ പഠിക്കാറുള്ള ഒരു ഇക്വേഷനാണ് A/m × B/m × C/m എന്ന് പറഞ്ഞാൽ A × B × C/m എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും അല്ലേ. ഇവിടെ നോക്കുക, ഇവിടെ എല്ലാം വ്യത്യസ്തമാണ്, പക്ഷേ ആ റേസ് ടു പവർ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ അതിനെ നമുക്ക് A × B × C/m എന്ന് എഴുതാം. ആ രീതിയിലേക്ക് വരികയാണെങ്കിൽ 7 × 3 × 11/5 എന്ന് നമുക്ക് ഇതിനെ എഴുതാനായിട്ട് പറ്റും. ഇനി നമ്മൾ 7 × 3 എന്ന് പറയുമ്പോൾ 21 ആണ്. 21 × 11 ആണ് ചെയ്യേണ്ടത്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞിരുന്നു, സിമ്പിളായിട്ട് ചെയ്യാവുന്ന രീതി. ഈ 1നെ പിടിച്ച് താത്തി എഴുതുക, 1ഉം 2ഉം കൂടെ കൂട്ടുക, അപ്പോൾ 3 കിട്ടും. പിന്നെ നമ്മൾ 2 ഇങ്ങോട്ട് താത്തി എഴുതുക. അപ്പോൾ 231/5 ആണ്. നോക്കുക, ഇവിടെ ഈ ഒറ്റാമത്തെ പൊസിഷനിൽ 1 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 1ന്റെ റേസ് ടു എത്ര പോയാലും എന്ത് തന്നെയായിരിക്കും നമുക്ക് കിട്ടുക? 1 എന്ന് തന്നെയായിരിക്കും കിട്ടുക. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏതാണ്. അപ്പോൾ ഇവിടെ അവസാനം 1 വന്നതുകൊണ്ട് തന്നെ 1/5 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 തന്നെയാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. എന്താണ്? ഓപ്ഷൻ 1 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അതായത് 11/89 എന്ന് എഴുതിയാലും നമുക്ക് ആ ഒരു ഒറ്റയുടെ സ്ഥാനത്ത് 1 ആണ് കിട്ടുക. 21/1002 എന്ന് എഴുതിയാലും നമുക്ക് ഈ ഒറ്റയുടെ സ്ഥാനത്ത് 1 ആയതുകൊണ്ട് നമ്മുടെ ഉത്തരത്തിലേക്ക് വരുമ്പോഴും ഒറ്റയുടെ സ്ഥാനത്ത് 1 ആയിരിക്കും എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ആ ഒരു രീതിയാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ 1 ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. രാമാനുജൻ നമ്പർ അല്ലാത്തത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. എന്താണ് രാമാനുജൻ നമ്പർ എന്ന് പറയുന്നത്? രാമാനുജൻ നമ്പർ എന്ന് പറയുന്നത് 1729 ആണ്. 1729 ആണ് രാമാനുജൻ നമ്പർ എന്ന് പറയുന്നത്. 1729 ആണ് എന്ത്? രാമാനുജൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യത്തിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? രാമാനുജൻ നമ്പർ അല്ലാത്തത് ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്.
ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. നാലാമത്തതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്? നാലാമത്തതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ രാമാനുജൻ നമ്പറിൻ്റെ പ്രത്യേകത നമുക്കൊന്ന് പരിചയപ്പെടാം. 12 ക്യൂബ് പ്ലസ് 1 ക്യൂബ് എന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 1728 പ്ലസ് എന്താണ് 1 ചെയ്താൽ നമുക്ക് 1729 കിട്ടും. അതേപോലെ 10 ക്യൂബ് പ്ലസ് 9 ക്യൂബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 പ്ലസ് 729. 9 ക്യൂബ് എന്ന് പറഞ്ഞാൽ 729, 1729 നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് എന്ത് രാമാനുജൻ നമ്പറിൻ്റെ പ്രത്യേകത. അതായത് ഇത്തരത്തിൽ രണ്ട് നമ്പറുകൾ അതിൻ്റെ ക്യൂബ് അതിൻ്റെ തുക കൂട്ടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 1729. അതേപോലെ 10 ക്യൂബും 9 ക്യൂബും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന എന്താണ് 1723. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ചെറിയ നമ്പറാണ് ഏതെന്ന് പറയുന്നത് 1723 എന്ന് പറയുന്നത്. അതായത് ഇതിനപ്പുറം വേറൊരു നമ്പറും ഇങ്ങനെ കിട്ടത്തില്ല. ഇപ്പം നമ്മൾ 5 ക്യൂബ് പ്ലസ് 4 ക്യൂബ് നമ്മൾ ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പം നമുക്കൊരു ഉത്തരം കിട്ടും. ഇതേ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് 6 ക്യൂബ് പ്ലസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നമ്പർ ക്യൂബ് പ്ലസ് വേറെ ഒരു നമ്പർ ക്യൂബ് ചെയ്താൽ നമുക്ക് ആ ഒരു ഉത്തരം കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് നമ്പറുകൾ അവയുടെ ക്യൂബുകളുടെ തുക അത് കിട്ടുന്ന ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് 1729 കാര്യം ഓർത്തിരിക്കുക. ഇനി ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണെന്ന് നോക്കുക. 1 7 8 8 2 10. അതേപോലെ തന്നെ 10 9 എത്രയാണ് 19. ഇനി അതിനെ തിരിച്ചിട്ടിട്ടൊന്ന് ഗുണിച്ചു കഴിഞ്ഞാലോ നമുക്ക് കിട്ടുന്നതും എത്ര തന്നെയാണ് ഈ 1729. ഇതാണ് ഈ രാമാനുജൻ നമ്പറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് 1729 എന്ന് പറയുന്നത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 19 കിട്ടും. 19നെ തിരിക്കുക, അതായത് 9 1 നാക്കാം, 19 എന്നതിനെ 91 നാക്കാമല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ മതി. അപ്പോൾ അത് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും 1729 ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ് 12 ക്യൂബ് പ്ലസ് 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1729, 10 ക്യൂബ് പ്ലസ് 9 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1729. അപ്പോൾ ഇത്തരത്തിൽ രണ്ട് ക്യൂബുകളുടെ തുക വരുന്ന ഏറ്റവും ചെറിയ നമ്പറാണ് 1729. അതേപോലെ തന്നെ അതിൻ്റെ സം എടുത്തിട്ട് നമ്മൾ 19 എന്നാണ് കിട്ടുക. ഓരോ അക്കങ്ങളുടെയും തുക എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നേരെ തിരിച്ചിട്ടിട്ട് ഇത് രണ്ടും കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്തായിരിക്കും 1729 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് രാമാനുജൻ നമ്പർ ഏതെന്നാണ് അറിഞ്ഞിരിക്കുന്നത് 1729. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് 12 ക്യൂബ് പ്ലസ് 1 ക്യൂബ് എന്നാണ് വരേണ്ടത്. 12 ക്യൂബ് പ്ലസ് 1 ക്യൂബ് എന്നാണ് വരേണ്ടത്. അപ്പോൾ നമ്മുടെ ഉത്തരം എന്താണ് ഓപ്ഷൻ 4 ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് രാമാനുജൻ നമ്പർ ഏതെന്ന് അറിഞ്ഞിരിക്കണം 1729. അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു എന്താണ് 12 ക്യൂബ് പ്ലസ് 1 ക്യൂബ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ 10 ക്യൂബ് പ്ലസ് 9 ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. ഇത്തരത്തിൽ എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയ നമ്പറാണ് രാമാനുജൻ നമ്പർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മറ്റൊന്ന് പറഞ്ഞു ഇതിലെ എല്ലാ തുകകളും എടുത്തിട്ട് ആ തുക നമുക്ക് എന്ത് കിട്ടും 19 എന്നാണ് കിട്ടുക. 1 + 7 + 2 + 9 ചെയ്താൽ 19 കിട്ടും. അതിനെ നേരെ തിരിക്കുക, അപ്പം 91 എന്ന് എഴുതും. ഇത് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും 1729 കിട്ടുമെന്നാരും ഓർത്തിരിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് സംഖ്യകളിൽ -5 മുതൽ ഇവിടെ -5 മുതൽ 6 വരെ കേട്ടോ. -5 മുതൽ 6 വരെ. ഓക്കെ. അപ്പോൾ സംഖ്യകളിൽ -5 മുതൽ 6 വരെയുള്ള അകലം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ അകലം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അകലം കണ്ടുപിടിക്കും. ഇപ്പോൾ നമ്മൾ ഇത് 5 A എന്ന് പറയുന്ന ഒരു ദൂരമുണ്ട്, B എന്ന് പറയുന്ന ഒരു ഇതുണ്ടെന്ന് വിചാരിക്കും. ഇത് തമ്മിലുള്ള അകലം എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിപ്പോൾ 5 ആണെന്ന് വിചാരിക്കുക. ഇവിടുന്ന് 0 മുതൽ 5 വരെ ഇവിടെ എന്താണ് ഇതൊരു 9 ആണെന്ന് വിചാരിക്കുക. അകലം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും 9 കുറയ്ക്കണം, 5 അല്ല നമ്മൾ ചെയ്യുക മൈനസ് ചെയ്യാണ് ചെയ്യുക. അതുപോലെ ഇവിടെ 6 മൈനസ് 5 എന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ മൈനസ് ഓർത്തിരിക്കണം. 6 -5. അപ്പോൾ മൈനസും എന്തായി മാറി പ്ലസ് ആയിട്ട് മാറി അല്ലേ. മൈനസും പ്ലസ് ആയി. 6 നമുക്ക് എന്ത് കിട്ടി 11 എന്നാണ് കിട്ടിയത്. എന്താണ് 11 എന്നാണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരം എന്താണ് അകലം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് 11 എന്നാണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത്. ഇത് നമ്മുടെ ആ ഒരു നമ്പർ സീരീസിലേക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് നമ്മുടെ നമ്പർ സീരീസ് എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ 0 വരും. ഇതിന്ന് ഇങ്ങോട്ടുള്ള എല്ലാം പോസിറ്റീവാണ്. ഇങ്ങോട്ട് പുറകോട്ട് വരുമ്പോൾ എന്താണ് മൈനസ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇത് -1 ആണ്, ഇത് -2 ആണ്, ഇത് -3 ആണ്, ഇത് -4 ആണ്. പിന്നെ ഇതിൻ്റെ ഇവിടെ ആയിട്ടാണ് -5 വരിക. ഇങ്ങോട്ടാണെങ്കിലോ 1 2 3 4 5 6. ഓക്കെ. ഈ ഒരു അകലം എന്ന് പറഞ്ഞാൽ എന്താണ് 1 2 3 4 5 6 7 8 9 10 11. കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുക. അപ്പോൾ നമ്മൾ -5ഉം
അതേപോലെ തന്നെ 6ഉം അത് തമ്മിലുള്ള അകലമാണ് എന്ത് 11 എന്ന് പറയുന്നത്. ഇനി -5 പകരം +5 ആയിരുന്നെങ്കിലോ അതാ ഇത്രയും അകലേ ഉള്ളൂ, 1ന്റെ അകലമാണ് അവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 1 കൃത്യമായിട്ട് 1 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അറിയാതെങ്കിലും പോയിട്ട് അത് കറപ്പിക്കും എന്നതുകൊണ്ടാണ് ഓപ്ഷൻ 1 PSC അത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് എന്താണ്? 11 എന്നതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. 6 - -5. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ചോദിക്കാം, ഈ 3ഉം അതുപോലെ തന്നെ -2ഉം തമ്മിലുള്ള അകലം എന്താണെന്ന് വെച്ചാലോ, 3ഉം -2ഉം തമ്മിലുള്ള അകലം 3 - -2. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി? 3 + 2. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. 5 എന്ന് കിട്ടി. നോക്കുക, 1 2 3 4 5. ഈ ഒരു രീതിയിലാണ് നമ്മൾ അകലം നോക്കേണ്ടത്. ഇനി അടുത്തതിലേക്ക് വരാം. തുടർച്ചയായ 4 എണ്ണസംഖ്യകളുടെ തുക 156. അവയിൽ ചെറിയ സംഖ്യ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഇത് പറഞ്ഞ ഒരു ബേസിക് കാര്യമാണ്. അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ മിഡിൽ ആയിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. ആ രീതിയിൽ നമുക്ക് ഈ ഒരു ചോദ്യം വളരെ സിമ്പിളായിട്ട് കാണാമെന്ന് പറഞ്ഞു. ഇപ്പോൾ 4 സംഖ്യകളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മിഡിൽ എന്ന് പറയുന്നത് എപ്പോഴും ഈ രണ്ടാമത്തെ സംഖ്യയുടെയും മൂന്നാമത്തെ സംഖ്യയിലെയും ഇടയിലായിട്ടായിരിക്കും വരിക. അപ്പോൾ ഇവിടെ തുടർച്ചയായിട്ടുള്ള 4 എണ്ണസംഖ്യകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള ആ ഒരു കേസിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നോക്കാം, 156 തുക ബൈ 4 ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? 4 വരും. 26 എന്ന് പറയുമ്പോൾ നമുക്കവിടെ 6 വരും, 0.5 വരും. 46.5 എന്നാണ് വരിക. 46.5 എന്നാണ് വരിക അല്ലേ? 46.5 എന്നാണ് വരിക. അപ്പോൾ അതിനർത്ഥം തുടർച്ചയായ 4 എണ്ണം സംഖ്യകൾ എന്നല്ലേ. അപ്പോൾ ഇവിടെ 46.5 എന്ന് പറയുന്നത് ഇവിടെ എത്രയായിരിക്കും അപ്പോൾ വരിക? ഇവിടെ 46 വരും, ഇവിടെ നമുക്ക് 47 വരും. അപ്പോൾ ഇവിടെ എത്ര വരും? 45 വരും. ഇവിടെ നമുക്ക് എത്ര കിട്ടും? 48 എന്നും കിട്ടും. ഇതിൽ ചോദിച്ചിരിക്കുന്നത് ഇതിൽ ചെറിയ സംഖ്യ എന്നാണ്. അപ്പോൾ 45 ഏറ്റവും ചെറുത്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? x+1, x+2, x+3 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 186. പിന്നെ x 4x പ്ലസ് പിന്നെ 6 = 186. 4x = 180. എക്സിൻ്റെ വാല്യൂ നമ്മൾ അവിടെ കണ്ടുപിടിക്കും. അപ്പോൾ എക്സ് എന്ന് പറയുന്നതാണ് ഇവിടെ ചെറിയ നമ്പർ. അത് കുറേ ടൈം നമുക്കവിടെ നഷ്ടപ്പെടും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു സിമ്പിൾ മെത്തേഡ് നമ്മൾ ഓൾറെഡി കഴിഞ്ഞൊരു ക്ലാസ്സിൽ നിങ്ങൾ മുന്നേ പഠിപ്പിച്ചതാണ് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക എന്ന്. അപ്പോൾ ഇവിടെ നോക്കുക, ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് എപ്പോഴും മിഡിലായിരിക്കും. അപ്പോൾ ഇവിടെ 4 നമ്പറുകൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ മിഡിൽ എന്ന് പറയുന്നത് ഈ രണ്ടാമത്തെ നമ്പറിൻ്റെയും മൂന്നാമത്തെ നമ്പറിൻ്റെയും മധ്യത്തിലായിരിക്കും. അത് 46.5 എന്ന് കിട്ടി. അപ്പോൾ 46.5 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ നമ്പർ 46ഉം ഇതെന്താണ് 47ഉം ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ വരുന്നത് 48, ഇവിടെ വരുന്നത് എന്തായിരിക്കും? 45 ആയിരിക്കും. നമ്മളോട് വെച്ചിരിക്കുന്നത് ചെറിയ നമ്പർ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ 3 ആണ്. ഇതേപോലെ തന്നെ മറ്റൊരു നമ്പർ നോക്കാം. തുടർച്ചയായ 3 എണ്ണസംഖ്യകളുടെ തുക 63 ആയാൽ ഇവയിൽ വലിയ സംഖ്യ ഏത്? അപ്പോൾ തുടർച്ചയായ 3 എണ്ണസംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ മിഡിൽ നമ്പർ എന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, 63 എന്നാണ് കൊടുത്തത്. 63/2 ചെയ്യുക. 3 ചെയ്യുക. 3 നമ്പർ ഉണ്ടല്ലോ, അപ്പോൾ 21 എന്ന് കിട്ടും. അതായത് ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് 21 ആണ്. തുടർച്ചയായ 3 എണ്ണസംഖ്യകൾ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ മധ്യത്തിലെ നമ്പർ 21 ആണെങ്കിൽ അതിനുശേഷം 22, പിന്നിലോട്ട് വരുമ്പോൾ 20 ആണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏറ്റവും വലിയ സംഖ്യ എന്നല്ലേ. അപ്പോൾ നമുക്കവിടെ 22 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ് ഒക്കെ ഇട്ട് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ കുറേ സമയം നമുക്ക് അവിടെ നഷ്ടപ്പെടും. അതിനേക്കാൾ എളുപ്പമുള്ള മെത്തേഡ് ഇത് തന്നെയാണ്. ഇനി എക്സ് ഇട്ട് എങ്ങനെയാണ് ചെയ്യുക? x + x+1 + x+2 ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 63 ആണെന്ന് ചോദ്യം തന്നിട്ടുണ്ട്. x+x+ എന്ന് പറയുമ്പോൾ 3x പ്ലസ് എന്താണ് 1 + 2 എന്ന് പറയുമ്പോൾ 3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 63 എന്ന് കിട്ടും. ഇനി 3x = നമുക്ക് 60 എന്ന് കിട്ടും അല്ലേ. ഇതിന് ഇങ്ങോട്ട് പോകുമ്പോൾ 63 - 3 എന്ന് വരും. അപ്പോൾ x എന്ന് പറഞ്ഞാൽ എന്താണ്? 60/3 ആണ്. അപ്പോൾ നമുക്ക് അവിടെ 20 എന്ന് കിട്ടും. ഈ ചെറിയ നമ്പർ കിട്ടി. പിന്നെ അടുത്ത നമ്പർ എന്തായിരിക്കും? 21. അടുത്ത നമ്പർ എന്തായിരിക്കും? 22. അതാണ് എക്സിറ്റ് ചെയ്യേണ്ട രീതി. പക്ഷെ അതിനേക്കാൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ രീതിയിലൂടെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന സംഖ്യകൾ എന്ന് പറയുന്ന ക്ലാസ്സിലെ കുറേ ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ ഓരോ ടോപ്പിക്കുകളും കൃത്യമായിട്ട് ബേസുകളും അതുപോലെ തന്നെ അതിൻ്റെ പരീക്ഷയിലൊക്കെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ തുടക്കം കുറിച്ച മാത്സ് ഫോർ സക്സസ് എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ ക്ലാസ്സുകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ട്, ഫോളോ ചെയ്യാം. തീർച്ചയായിട്ടും വരാൻ പോകുന്ന പരീക്ഷകളിൽ മാത്സ് എന്ന് പറയുന്ന ഭാഗത്തിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണപ്രദമായിരിക്കും. ഒപ്പം നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ ഓരോ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് മാത്സിൻ്റെ ക്ലാസ്സുകൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടെലഗ്രാം ചാനലാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മാത്സ് പഠിക്കാൻ വേണ്ടി താല്പര്യമുണ്ടെങ്കിൽ ആ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൃത്യം ഓർഡറിൽ മാത്സിൻ്റെ ക്ലാസ്സുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ലിങ്ക് അവിടെ കൊടുക്കുന്നതായിരിക്കും. പിന്നീട് എപ്പോഴെങ്കിലും റിവിഷൻ ചെയ്യാൻ താല്പര്യമുള്ളപ്പോൾ നിങ്ങൾക്ക് കൃത്യം ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് എടുത്തുകൊണ്ട് റിവിഷൻ ചെയ്യാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ ടെലഗ്രാം ചാനൽ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് നൽകാം. അതിലൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, തികച്ചും സൗജന്യമായിട്ട്. ഒപ്പം നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പത്തെ എല്ലാ ക്ലാസ്സുകളും കാണാവുന്നതാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ സന്ദർശിച്ചുകൊണ്ട് പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിന് മുമ്പത്തെ ക്ലാസ്സിൽ കാണാം. തീർച്ചയായിട്ടും അത് ഗുണപ്രദമായിരിക്കും. പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. ഒപ്പം
ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷകളുടെ ചോദ്യോത്തര എന്താണ് ഓരോ ചോദ്യപേപ്പറും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മറ്റ് ക്ലാസ്സിലൂടെയൊക്കെ ആയിട്ട് കണ്ടുകൂട്ടാം. ഒപ്പം ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സിലൂടെ കണ്ടുകൂട്ടാം. ഒപ്പം നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള SCRT NCRT ക്ലാസ്സുകൾ നമ്മൾ ഇതിനോടൊപ്പം തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അതിലൂടെ നിങ്ങൾക്ക് മറ്റ് ടോപ്പിക്കുകളും ഇതിലൂടെ പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.